ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവലിൽ പ്രിലിംസ് എഴുതാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഉപകാരമാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുമ്പോൾ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡിഗ്രി പ്രിലിംസ് എഴുതാനായിട്ട് പോകുന്ന ആൾക്കാരെ ഇമ്പോർട്ടന്റ് ആയിട്ടും നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാണെന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറില് പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? 1ഉം 2ഉം 3ഉം അല്ലെ? 1ഉം 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 3ഉം. ഓക്കെ, 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് ചേരുന്നത്? ഓക്കെ, തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ്? KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ, ഉച്ചി പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടം M താണുപിള്ള. കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് രൂപീകരണത്തിനായുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് R സുഗതനാണ്. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തില് പെടാത്തത്? ഓക്കെ, ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാച്ചാനാക്ക റിബലിയോൺ, ഗാദാർ മൂവ്മെന്റ്. ഓക്കെ, തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? 4 മാത്രമാണ് കേട്ടോ. ഗാദാർ മൂവ്മെന്റ് ആണ് ഇതിൽ പെടാത്തത്. ഓക്കെ, ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത്? ഓക്കെ, ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. ഓക്കെ, ഇതുമായിട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എന്താണ്? 1 മാത്രമാണ്. എന്താണ്? ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? ഓക്കെ, സ്ഥലം എന്നതിന് പകരം ഉപയോഗിക്കാത്ത വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. കരോരി. കരോരിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണല്ലേ. എന്താണ്? അതായത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം 3ഉം ആണ്. 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകള് ഏതാണ് ഓക്കെ UNO സംബന്ധിച്ച് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. WTO എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. റൈറ്റ്സ് ഫർജ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം. 1ഉം 2ഉം 3ഉം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAY എന്താണ്? അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ച് നടത്തുന്നു. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ശരിയായത് തിരഞ്ഞെടുക്കാനാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം 3ഉം 4ഉം അല്ലെ, എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, തന്നിരിക്കുന്നവയിൽ എല്ലാം തന്നെ ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതലും ശക്തിയുള്ളതും
ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. ഓക്കെ, ഇതിൽ ഇവിടെ ആൻസറിൽ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി എന്ന് പറയുന്നത് എയെ വിശദീകരിക്കുന്നു അല്ലെ? പ്രസ്താവന ബി എന്ന് പറയുന്നത് എയെ വിശദീകരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? ഫാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഓക്കെ, ഇസോഹ ലൈസൻസ് എന്നാൽ ഒരേപോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഇസോഹ ലൈൻസ്. എന്താണ് ഇസോഹ ലൈൻസ്? എന്തിനെയാണ് ബന്ധിപ്പിക്കുന്നത്? ലവണാംശത്തെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുക. തന്നിട്ടുള്ളവയിൽ ഏതാണ് പശ്ചിമഘട്ടത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത്? പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് നിരയാണ്. മൂന്നാമത്തെ കാലയളവിലാണ് രൂപീകൃതമായത്. ഒരു എക്സ്കാർപ്മെന്റ് ആണ്. പാറകളുടെ അവശിഷ്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. QGIS ആണ് കേട്ടോ. QGIS ആണ്. GDPയുടെ ഘടക ചെലവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? GDP at MP മൈനസ് പരോക്ഷ നികുതി. ഓക്കെ, GDP at MP മൈനസ് പരോക്ഷ നികുതി. ഓക്കെ, ഉൽപാദക ഘടകങ്ങളില് നിഷ്ക്രിയമായത് എന്താണ്? ഉൽപാദക ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഓപ്ഷൻ ഡി ആണ്. സ്ഥലവും മൂലധനവും. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. ഓക്കെ, റിപ്പോ റേറ്റിന്റെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് അല്ലെങ്കിൽ ആയവ ഏതെല്ലാമാണ്? ഇത് എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 കേട്ടോ. 1, 2, 3 ആണ് ശരി എന്ന് പറയുന്നത്. 1, 2, 3 ആണ് ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുഴുവൻ ചെലവ് മൈനസ്, അതായത് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. എന്താണ്? മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ്? അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 358 ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വർത്തമാന പത്രങ്ങള്, പുസ്തകങ്ങള്, അച്ചടി പ്രസ്സുകൾ. ഓക്കെ, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. പാർലമെന്റിന്റെ ലളിതമായിട്ടുള്ള ഭൂരിപക്ഷം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ അഥവാ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പ്രകാരമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരി അല്ലാത്തത്? തന്നിട്ടുള്ളവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിന്റേതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാൻ. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 311 ആണ്. ആർട്ടിക്കിൾ 311. ഓക്കെ,
വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത് ഒരു പൊതു അതോറിറ്റിയെ തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്ത്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ആൻസർ. 1ഉം 2ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്? അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. വിലപേശാനുള്ള അവകാശം. വിലപേശാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഡോക്ടർ TM തോമസ് ഐസക്. താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ആരാണ്? CP അച്യുതമേനോൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. TC അച്യുതമേനോൻ. ഓക്കെ, പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പിക്ചർ എന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബേസ്ബോൾ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? കൊടുപ്പുന്ന എന്നത് ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പില് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയിട്ടുള്ളത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അഞ്ജലി ഭഗവത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി റസിയ ഷബ്നം. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ആഫ്രോ ഏഷ്യൻ ഗെയിം 2003 നടന്നത്. വനിതാ വേൾഡ് കപ്പ് ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗേൾ ഗാങ് എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ CPU-ലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ആൻസർ ഓപ്ഷൻ എ ആണ്. OMR ആണ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. NIC. ഓക്കെ, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് സമയം. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. സെലക്ട് ടാഗാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കോൺവെർസേഷൻ ഓഫ് നേച്ചർ IUCN-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ISO 14001. ഓക്കെ, ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? റോക്കറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റാർഡസ്റ്റ് 1.0. ഓക്കെ, DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ് ലോഞ്ചർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പിനാക്കയാണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സോളാർ എനർജിയാണ്. ഓക്കെ, സോളാർ എനർജിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പാശ്ചാത്യരുടെ സ്വാധീനത്താൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. AV കുഞ്ഞമ്പു. 1930-കളില് സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം
സി കൊച്ചുകുട്ടിയമ്മ, TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാമാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം തന്നെ ശരിയായതാണ്. ഓക്കെ, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. അതില് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി കേട്ടോ. എന്താണ്? 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകളെ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം 1ഉം 2ഉം 3ഉം എല്ലാം തന്നെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. ദസാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് എവിടെയാണ്? ദസാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് എവിടെയാണ്? അക്ബർ ആണ് കേട്ടോ. എവിടെയെന്നല്ല, ആര് എന്നാണ് കേട്ടോ. അക്ബർ ആണ്. ഓക്കെ, അക്ബർ ആണ് സ്ഥാപിച്ചത്. ഓക്കെ, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളില് ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങള് ശരിയായിട്ട് പ്രതിനിധീകരിക്കുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ് കേട്ടോ. ഹബ്സ്ബർഗ്. ഓക്കെ, ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ C റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെ? 3 തൂണുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ B ആണ്. അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായിട്ട് ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിട്ടുള്ള ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെ കുറിച്ച് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശരിയാണ്. എന്താണ്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ചു ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതും ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം. മംഗലപ്പുഴ, ഇടമലയാർ. ഓക്കെ, അടുത്തത് കോഡ് ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. എന്താണ്? ഓപ്ഷൻ B ആണ്. ഓക്കെ, ആൻസർ എങ്ങനെയാണ് വരുന്നത്? പഞ്ചാബ് ഹിമാലയം. ഓക്കെ, ഇൻഡസ് ടു സത്ലജ്. ഓക്കെ, അടുത്ത എന്താണ്? കുമോൺ ഹിമാലയം. എന്താണ്? സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? അതായത് കാളി ടു ടീസ്റ്റ. ഓക്കെ, അതുപോലെ അസം ഹിമാലയം ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഓക്കെ, ഇങ്ങനെയാണിത് വരുന്ന. ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ്. ഓക്കെ, കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? അതായത് മർദ്ദ വ്യത്യാസങ്ങൾ, കൊറിയോലിസിസ് എഫക്ട്, ഘർഷണം. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ഒന്ന് ഓപ്ഷൻ D ആണ്. 1ഉം 2ഉം 3ഉം ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. മേൽ പറഞ്ഞവയിൽ ശരിയായത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ
സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. ധനകമ്മി GDPയുടെ 5% കുറയ്ക്കണം, റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം. എന്താണ്? റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഓക്കെ, താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNPയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. ഓക്കെ, ഇവിടെ NNP കണക്കാക്കാനാണ് പറഞ്ഞത്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 4800 കോടി. 4800 കോടി. ഓക്കെ, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ഓക്കെ, ക്രെഡിറ്റ് നിയന്ത്രിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ, അതായത് CRRഉം SLRഉം, തുറന്ന വിപണി പദ്ധതികൾ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവ ആരോഗ്യക്രമം കാലക്രമ പട്ടിക ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 3, അതായത് ഇത് ഒന്നാമത് വരും, ഇത് രണ്ടാമത് വരും. എന്താണ്? ദ്രുതയിലെ വ്യവസായവൽക്കരണം രണ്ടാമത് വരും, ഇത് മൂന്നാമത് വരും, ഇത് നാലാമത് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരത്തിന് പോൾ ആൽ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും അതുപോലെ തന്നെ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എപ്പിക് ആണ്. ഓക്കെ, ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ഏത് ബാങ്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? അധികാരങ്ങളുടെ വിഭജനം എന്നത് ഓക്കെ, ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാകരുത്, ഗവൺമെന്റിന്റെ ഒരു കാര്യം അഥവാ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്, ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. എന്താണ്? ആമുഖം. ഓക്കെ, ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവർ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഏതാണ്? ഹിന്ദിയാണ് അല്ലെ? ഹിന്ദിയാണ് ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത് അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഏതിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് തെറ്റായവ. 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ, അടുത്ത എന്താണ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആവ, ഭേദഗതി വരുത്താവുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഓക്കെ, സമ്പൂർണമായവ. ഓക്കെ, ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? 9A ചേർത്തിട്ടുള്ളത്? 9A ചേർത്തിരിക്കുന്നത് 74ാം ഭരണഘടനാ ഭേദഗതി. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് പോസ്കോയെ കുറിച്ച് ശരിയായിട്ടുള്ളത്? ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം. പോസ്കോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്, കേസുകളിൽ ഇൻ ക്യാമറ ട്രയൽ. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ, സോളമന്റെ തേനീച്ചകൾ. ഓക്കെ, എന്താണ്? സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ്. ഓക്കെ, സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് എഴുതിയിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് KT തോമസ്. ഓക്കെ,
ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? രാജസ്ഥാൻ. ഓക്കെ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം. ഓക്കെ, യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം എന്ന് പറയുന്നത് ഏതാണ്? മുടിയേറ്റാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്കാണ് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം. തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഓക്കെ, 2021 ദേശീയ സംയോജനത്തെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? 2021 ഏതാണ്? ഓപ്ഷൻ ബി ആണ്, താജ്മഹൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ആണ്. ഇതൊരു ഇൻട്രാനേസൽ, ഓക്കെ, അതായത് മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിൻ ആണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായത്. എന്താണ്? ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, മാണിക ബത്ര താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ടേബിൾ ടെന്നീസ്. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനന്ദ് നീലകണ്ഠൻ. ഓക്കെ, ആരാണ് വള സമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത്? ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. അക്സസ് സമയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സംഭരിച്ച് ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണം? ഓക്കെ, മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഓക്കെ, ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ആണ്. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റാർ ആണ് ആൻസർ. റോമൻ നമ്പർ സിസ്റ്റം വന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്. ഫ്ലോ ചാർട്ട് ഒരു തരം എന്താണ്? ഇത് ഒന്നുമല്ല എന്നാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നും അല്ല. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത് 1969 ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തുമായിട്ടാണെന്നാണ് ചോദിക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്താണ്? COVID-19 ആന്റിബോഡി പരിശോധന. സീറോളജി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? COVID-19 ആന്റിബോഡി പരിശോധന. ഓക്കെ, ലൂയി പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? റേബിസ്, ആന്ത്രാക്സ്, കോളറ. ഓക്കെ, ഇത് മൂന്നിനെയും പ്രതിരോധിക്കാനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് പോകുന്ന ആൾക്കാർ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ വേറൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.